ഇതാണ് ഇൻലൻഡ് ടൈപ്പൺ. വേൾഡിലെ തന്നെ ഏറ്റവും വിഷമുള്ള സാധനമാണ് ഇത്. അത് ഇവിടെ നമുക്ക് ഓസ്ട്രേലിയയിലാണുള്ളത്. ഇതാണ് ഡയമണ്ട് പൈത്തൺ. ഹലോ, എവിടെ പോവാ? എന്താ ഭംഗി, എന്ത് രസമാണ് ആ പാറ്റേൺ നോക്ക്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഇവരെ കാങ്കരൂവിനെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. സൂവിലാണ് പോകുന്നത്. ഇവിടെ ഫെദർഡെയിൽ എന്ന് പറഞ്ഞൊരു ചെറിയൊരു സൂവിലാണ്, മറ്റേ സിഡ്നിയിലുള്ള സൂവിലല്ല, സിഡ്നി സിറ്റിയിലുള്ള സൂ അല്ല, ഇവിടെ അടുത്തുള്ളൊരു ചെറിയ സൂവാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാങ്കരൂവിനെ നമുക്ക് ഫീഡൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു സൂവാണ്, നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് അടുത്താണ്. അപ്പോൾ അവിടെ വന്നു. ഇപ്പോൾ മഴയൊന്നും ഇല്ല, അല്ല വെയിലില്ല, നല്ല തണുപ്പുണ്ട്. പെട്ടെന്ന് ടെമ്പറേച്ചർ ഡ്രോപ്പായി, 17ആയി. ഇവിടെ സമ്മറാണ്, പക്ഷെ 17ആയി. അതുകൊണ്ട് ഇവർ ജാക്കറ്റും തൊപ്പിയൊക്കെ ഇട്ട് അപ്പോഴേക്ക് നടക്കുന്നില്ലേ. അപ്പം അങ്ങനെ നമ്മൾ ഇന്ന് നല്ല ക്ലൈമറ്റാണ്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്ത് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. അപ്പം നിങ്ങളെ കാങ്കരൂസിനെ കാണിച്ചു തരാം. ചൂടാന്നും പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച്, ഭയങ്കര തണുപ്പാ. ചൂടാന്ന് പറഞ്ഞ് പറ്റിച്ചു. ചൂട് കിട്ടിയില്ലേ? 41 ഡിഗ്രി കിട്ടിയില്ലേ? മതിയായില്ലേ? ഓക്കെ, അപ്പോൾ ബാ പോ. നമ്മൾ ഇവിടെ കൂടുതലും ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ വൈൽഡ് ലൈഫാണ് കൂടുതലും. ഇത് ആക്ച്വലി ഇത് വാലബി എന്ന് പറയും. ഇത് കാങ്കരൂ അല്ല, ഇത് വാലബിയാണ്. കാങ്കരൂവിന്റെ കുഞ്ഞ് കുറച്ചും കൂടെ വലുതാണ്. ഇത് വാലബി എന്ന് പറയും. അതെ അതെ, അത് കുടുങ്ങിപ്പോയേ. പാവം, പേടിച്ചു. ഇത് ഇപ്പൊ നമ്മൾ കാണുന്ന വുംബാറ്റ്. ഇതൊരു ഓസ്ട്രേലിയൻ നേറ്റീവ് സംഭവമാണ്. ഇതാണ് വുംബാറ്റ്, വൈറ്റ്. അത് കടിക്കും, പാവം. അങ്ങനെ ഇല്ല അങ്ങനെ കൂട്ടിലിട്ടിട്ടില്ല. യെല്ലോ ടെയിൽ ബ്ലാക്ക് കൊക്കുവാണിത്. ചൊറിഞ്ഞോണ്ടിരിക്കുക. ഇതെന്ന് പറയുന്നത് റെഡ് നെക്ക് പാഡ്മെലൻ ജോയിസ് എന്നാണ്. ഇത് കാങ്കരൂവിൻ്റെ കുഞ്ഞിനെ ജോയിസ് എന്നാ പറയുക, ജോയി എന്നാ പറയുന്നത്. ഇത് കണ്ടോ, ഇതെന്ത് കുഞ്ഞാ നോക്കി, ഏറ്റവും കുഞ്ഞത്. ഇത് അമ്മയുടെ പൗച്ചിൽ 6 months വരെ ജീവിക്കുന്ന. കുറെ പേരുണ്ട്, ഇതൊക്കെ കുഞ്ഞുങ്ങളാണ്. ഇത് റെഡ് നെക്ക് പാഡ്മെലൻ ജോയിസ്. അയ്യോ, ഇത് നോക്കി. ഇന്നലെ നമ്മുടെ ഇവിടുത്തെ കുളത്തിലുണ്ടായിരുന്നല്ലോ, എന്ത് രസം നോക്കി. ഇതാണ് പെലിക്കൻസ്. പെലിക്ക. അല്ല, അത് പെരിക്കേണ്ട കുഞ്ഞ് അല്ല, ഇത് പെരിക്കേണ്ട, അതും പെരിക്കേണ്ട കുഞ്ഞാ.
ഇത് പെലിക്കൻ അല്ല കേട്ടോ, ഇത് ഐബിസ് ആണ്, ഓസ്ട്രേലിയൻ ഐബിസ്. ബിൻ ചിക്കൻ എന്ന് പറഞ്ഞില്ലേ അന്ന് നമ്മൾ ആ മറ്റേ ഹൈഡ് പാർക്കിലൊക്കെ കണ്ടില്ലേ, ഇത് വലുതാ, വലിയ കൊക്കുള്ളത് അതാണ് പെലിക്കൻ. ഇതൊക്കെ പെലിക്കൻ. നമ്മുടെ കടലോര ഇതാണ് കോല. ഇവന്മാര് എപ്പോഴും ഈ മരത്തേൽ ഉറക്കമായിരിക്കും കൂടുതൽ സമയം. ഇവരൊരു 16 to 20 മണിക്കൂർ ഉറങ്ങും. ഈ ഇലയാണ് തിന്നുക, യൂക്കാലിപ്റ്റസിന്റെ ഇലയാണ് തിന്നുക. ഓസ്ട്രേലിയയിൽ കൂടുതൽ യൂക്കാലിപ്റ്റസ് ആണല്ലോ. അല്ലല്ല, ഇത് ഈനാമ്പിച്ച അതൊന്നുമല്ല. ഇത് കണ്ടോ ഇങ്ങനെ ബേറ് പോലെ ഇരിക്കുവേ, ഇത് കണ്ടോ, ഇത് എപ്പോഴും ഉറക്കമാ. നമ്മുടെ വനത്തിലുണ്ട്, പക്ഷെ ഇതിന്റെ ചെറുതാണ്. പക്ഷെ ഇതല്ല, ഈ സാധനമല്ല. കോല കൂടുതൽ ഓസ്ട്രേലിയൻ നേറ്റീവ് ആണ്. നമ്മുടെ അവിടെ ഉള്ളവർക്കും ഭയങ്കര നാണോ. ഇത് കണ്ടോ, കോല സ്ലീപ്പ് 18 to 20 hours a day, digesting food and conserving energy. ഇങ്ങനെ ഇരിക്കുക, നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അപ്പുറത്ത് കോലയുടെ കൂടെ ഫോട്ടോ എടുക്കുന്ന ഒരു സെഷൻ ഉണ്ട്. അപ്പൊ ഈ കോലേനെ എടുക്കാൻ വേണ്ടി വന്നാണ് ഈ പുള്ളിക്കാരി. അപ്പൊ ഇവനാണെങ്കിൽ ഇരുന്ന് ഉറങ്ങുമായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ, പാവം, പോകാൻ ഒരു താല്പര്യമില്ല. ഫോട്ടോ എടുക്കാൻ ഇവര് ഭയങ്കര ഇണങ്ങിയതാ. അപ്പൊ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ്. നോക്കാൻ വരുന്നില്ലേ, ഞാൻ വരുന്നില്ല. അവരിങ്ങനെ വിടറി. ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് ഉറങ്ങാൻ പോവാ. ഇറങ്ങണ്ടോ? ഓടോ ഓയോടാ. ഇതാണ് കോല. ചുമച്ചത് എന്നിട്ട് വേണം ഉറങ്ങാൻ. ഭംഗിയുണ്ട് കാണാൻ. ഇത് പെൻഗ്വിൻ. ഇത് 2 കുഞ്ഞത്. ഇത് പെൻഗ്വിൻ കുളിച്ചിട്ട് ഇറങ്ങി വരുന്നു. ഇതാണ് എക്കിഡ്ന. ഇത് ഒരു ഓസ്ട്രേലിയൻ നേറ്റീവാ. കുറച്ചുകൂടെ നല്ലതാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. ഭയങ്കര കുഞ്ഞു കിളികള്, നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് ഡിങ്കോസ്. ഇത് ഓസ്ട്രേലിയൻ നേറ്റീവാ. കണ്ടാ പട്ടിയെപ്പോലെ ഇരിക്കും, പക്ഷെ ഇവന്മാര് ഭയങ്കര സാധനം കേട്ടോ. ഇതേ കുറുക്കന് പട്ടിയിലുണ്ടായ പോലെ ഇല്ലേ, പട്ടിക്കുറുക്കൻ. ഹലോ. നോക്കിയില്ല മിണ്ടി. അതിപ്പോ അവര് ഫീഡ് ചെയ്യുന്നോണ്ട് ശ്രദ്ധ. ഡിങ്കോസ്. ഇത് ഇനിയുള്ള സെക്ഷൻ ഫുള്ള് പാമ്പിന്റെ. ഓസ്ട്രേലിയ പാമ്പിന് നല്ല ഫേമസ് ആണല്ലോ. അപ്പൊ കുറച്ച് ഇവിടുത്തെ നല്ല ഉഗ്ര വിഷമുള്ള പാമ്പിനെ കളിച്ചു തരാം. ഇതാണ് ഇൻലൻഡ് ടൈപ്പൺ. വേൾഡിലെ തന്നെ ഏറ്റവും
വിഷമുള്ള സാധനമാണ് ഇത്. അത് ഇവിടെ നമുക്ക് ഓസ്ട്രേലിയയിലാണുള്ളത്. എന്റെ കണ്ണ് നോക്ക്, കണ്ണ് അടച്ചിരിക്കുന്നത് തോന്നുന്നല്ലേ? കണ്ണടക്കില്ലല്ലോ. അല്ല, ഇതിനിങ്ങനെ എന്തെങ്കിലും ഒരു ബ്ലാക്ക് പാട പോലെയാണോ ഇനി? അത് ഇതാണോ ഇനി കണ്ണ്? ബ്ലാക്ക് സ്നേക്ക്. ഇതിന്റെ വിഷം നോക്കട്ടെ. ഇതുണ്ടോ? ഇയാളെന്നെ മണ്ണിന്റെ ട്രീസ് കിങ്. ഓ, എന്താ ഭംഗി! ഇത് രസമാണ്. ആ പാറ്റേൺ നോക്ക്. തലയൊക്കെ എന്ത് രസമാണെന്നൊക്കെ കാണാൻ. ഇതിനൊക്കെ എങ്ങനെ ഫീൽ ചെയ്യുന്നത്? ഇറങ്ങി വരുന്നുണ്ട്. ഇറങ്ങി വരുന്നു. ഇതാണ് ഡയമണ്ട് പൈത്തൺ. ഓ, ദേഹത്ത് മൊത്തം ഡയമണ്ട് ഷേപ്പ്. എന്ത് ഭംഗിയല്ലേ ഇവരിയ്ക്കുന്നതൊക്കെ, കാലൊക്കെ നീട്ടി വെച്ച്. ഒയ്യോ, അവിടെ നോക്ക്, ഒരു വൈറ്റ് കാങ്കറു. അത് ആൽബിനോ ആണ്. ഇവരൊന്നും ചെയ്യില്ല. ഇതൊക്കെ ടൈംഡ് ആണ്. ഇതിനകത്ത് ഉള്ളത് കാങ്കരു, ഐലൻഡ് കാങ്കരു ഉണ്ട്, ഈസ്റ്റേൺ ഗ്രേ കാങ്കരു ഉണ്ട്. അതെ അതെ വരുന്നു. ഹലോ, എവിടെ പോവാ? എവിടെ പോവാ? മുട്ടിലഴിഞ്ഞ്. ഇവർക്ക് ഇങ്ങോട്ടൊക്കെ വരാം. ഇതാണ് എമു, ഓസ്ട്രേലിയൻ എമു. ഇതുണ്ടല്ലോ, ഈ എമൂസ് ഓസ്ട്രേലിയയിൽ ഒരു സമയത്ത് ഭയങ്കര കൂടുതലായിരുന്നു. എന്നിട്ട് 19 ഏതോ ഒരു സമയത്ത് വരുന്നത് ഇവരുടെ ഈ ക്രോപ്സ് എല്ലാം നശിപ്പിക്കുമായിരുന്നു. അത്രയും കൂടുതലായിരുന്നു. എന്നിട്ട് ഇവിടുത്തെ മിലിറ്ററിയും ഇവരും തമ്മിൽ വോറുണ്ടായി. എന്നിട്ട് ശരിക്കും കാര്യമായിട്ട് ഇതല്ല. എന്നിട്ട് ഓസ്ട്രേലിയ തോറ്റുപോയി. ഇത് അത്ര അത് ഒരു വട്ടമല്ല, 2 വട്ടം. ഇവരാണ് എമു വാർ എന്നാണ്. എന്നിട്ട് ഇവരാ ജയിച്ചത്. ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ആട ചെമ്മരിയാട്. ദേ, ഇതിന്റെ തല നോക്കി. ഇതെന്താ? അത് ക്രോസ്. ഹലോ, എന്താ പേര്? കുളിച്ചു കഴിഞ്ഞ് തോർത്തുക. കോഴി വളർത്തണം, നല്ല കുറേ മുട്ട കിട്ടും. നല്ല സുന്ദരം മുയല്. തണുപ്പിനെ പ്രതിരോധിക്കാൻ ഇവിടെ നോക്കി ഒരാള് ഇരിക്കുന്ന. എന്ത് പറ്റി രമണ? ഇത് കാലൊക്കെ നീട്ടി ഇരിക്കുന്നു. ഇത് വാലബിയാ. ഇത് കാങ്കരു അല്ല, വാലബി. കുഞ്ഞുണ്ട്. ഇവിടെ വേറൊന്നുണ്ട്. കുഞ്ഞ് ഒരു പുറത്തിരിക്കുക. വെള്ളത്തിൽ ചാടാൻ പോകാൻ തോന്നുന്നു. ഇത്ര സൈസ് ഉണ്ടാവും. ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഇത്രയും. ഇല്ല. അപ്പൊ ഇതാണ് നമ്മൾ ഫെദർഡെയിൽ സൂവിൽ പോയതിന്റെ വിശേഷങ്ങൾ. പപ്പയമ്മ ഒത്തിരി എൻജോയ് ചെയ്തു. ഇത് കൂടുതലും ഓസ്ട്രേലിയൻ നേറ്റീവ്
ബേർഡ്സിനെയും ആനിമൽസിനെയും കാണാനായിട്ട് ബെസ്റ്റ് സൂ ആണ്. പിന്നെ ചെറുതാണ്. പിന്നെ സിഡ്നിയിൽ വലിയ സൂ ഉണ്ട് സിറ്റിയിൽ, ടറങ്കോ. അത് കാണണമെങ്കിൽ ഒരു ദിവസം ഫുള്ള് വേണം. ഇത് കാണാനായിട്ട് 1 മണിക്കൂർ മതി. അപ്പോൾ ഇതൊക്കെയായിരുന്നു അതിന്റെ വിശേഷങ്ങൾ, ഞങ്ങൾ പോയതിന്റെ വിശേഷങ്ങൾ. പിന്നെ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.